ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 മാർച്ച് മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് നമുക്ക് നോക്കാം. 2025 ICC ചാമ്പ്യൻ ട്രോഫി ജേതാക്കളാരാണ്? 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കളാരാണ്? ഇന്ത്യയാണ് 2025 ICC ചാമ്പ്യൻ ട്രോഫി ജേതാക്കൾ. കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? മാർക്ക് കാർണിയാണ് കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയതെന്നാണ്? 1925 മാർച്ച് 12. ഇന്നത്തേക്ക് 100 വർഷമായി. 1925 മാർച്ച് 12 ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയിട്ട് 100 വർഷമായി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ ഓയിൽ. വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ ഓയിൽ. ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ നേടിയതാരാണ്? യു പി വാരിയേഴ്സാണ് ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ നേടിയത്. 2025 ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയതാരാണ്? പ്രണവ് വെങ്കിടേഷാണ്. 2025 ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത് പ്രണവ് വെങ്കിടേഷാണ് ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത്. ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയതാരാണ്? ജോർജിയ വോളും സോഫി ഡിവൈനുമാണ്. ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയവരാണ് ജോർജിയ വോളും സോഫി ഡിവൈനും. 2025 മാർച്ചിൽ അന്തരിച്ച മുൻ സുപ്രീം കോടതി ജഡ്ജി ആരാണ്? വി രാമസ്വാമിയാണ് 2025 മാർച്ചിൽ അന്തരിച്ച മുൻ സുപ്രീം കോടതി ജഡ്ജി. 2025 വനിതാ ദിനത്തിൽ മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ച ഗവൺമെൻറ് ഏതാണ്? വനിതാ ദിനത്തിൽ ഡൽഹിയാണ് വനിതാ ദിനത്തിൽ മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ച ഗവൺമെൻറ്. ഇന്ത്യയിലെ 52ാമത് ടൈഗർ റിസർവ് ഏതാണ്? ഇന്ത്യയിലെ 58ാമത് ടൈഗർ റിസർവാണ് മാധവ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ 58ാമത് ടൈഗർ റിസർവ്. യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡുകൾ ആർക്കൊക്കെയാണ് ലഭിച്ചതെന്ന് നമുക്ക് നോക്കാം. യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡുകൾ നിഖില വിമൽ, കലാ സാംസ്കാരിക മേഖലകളിൽ നിന്നും ആക്ട്രസ്സായിട്ടുള്ള നിഖില വിമലിനാണ് യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡ് ലഭിച്ചത്. നെക്സ്റ്റ് ലഭിച്ചതാണ് സജന സജീവനാണ്. കായിക രംഗം ക്രിക്കറ്റ് പ്ലെയറായ സജന സജീവനാണ് യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡ് ലഭിച്ച ഒരു വ്യക്തി. വിനിൽ പോൾ, സാഹിത്യത്തിൽ നിന്ന് വിനിൽ പോളിനും അതേപോലെ തന്നെ കാർഷിക രംഗത്ത് നിന്നും എം ശ്രീവിദ്യയ്ക്കുമാണ് യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡുകൾ. യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡുകൾ ആർക്കാണ്? കലാ സാംസ്കാരിക മേഖലയിൽ നിന്നും നിഖില വിമലിനും, കായിക രംഗത്ത് നിന്നും സജന സജീവനും, സാഹിത്യ മേഖലയിൽ നിന്നും വിനിൽ പോളിനും, കാർഷിക രംഗത്ത് നിന്നും എം ശ്രീവിദ്യയ്ക്കുമാണ്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ഓർത്തെടുക്കാം. യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡുകൾ ലഭിച്ചത് നിഖില വിമലും, സജന സജീവനും, വിനിൽ പോളിനും, എം ശ്രീവിദ്യയ്ക്കുമാണ്. 2025 ആഗോള ഭീകരവാദ സൂചിക റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സ്ഥാപനം ഏതാണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് ആണ് 2025 ആഗോള ഭീകരവാദ സൂചിക റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സ്ഥാപനം.
GTI റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ്. 2025 ഹരിത വിദ്യാലയം പദവി നേടിയ സ്കൂൾ ഏതാണ്? 2025 ഹരിത വിദ്യാലയം പദവി നേടിയ സ്കൂളാണ് അവനവഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂൾ. അവനവഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂളാണ് 2025 ഹരിത വിദ്യാലയം പദവി നേടിയ സ്കൂളാണ് അവനവഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂൾ. പൊള്ളലേറ്റ ഇരകൾക്കായി പ്രത്യേക സമഗ്ര നയം രൂപീകരിക്കുന്ന രാജ്യത്തെ ആദ്യ സ്ഥാപനം ഏതാണ്? കർണാടകയാണ്. പൊള്ളലേറ്റ ഇരകൾക്കായി പ്രത്യേക സമഗ്ര നയം രൂപീകരിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് കർണാടക. അടുത്തിടെ 1000-ലധികം ആൾക്കാരുടെ മരണത്തിന് കാരണമായ സംഘർഷം നടന്ന രാജ്യമേതാണ്? സിറിയയാണ്. അടുത്തിടെ 1000-ലധികം ആൾക്കാരുടെ മരണത്തിന് കാരണമായ സംഘർഷം നടന്ന രാജ്യമാണ് സിറിയ. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് നേടിയ രാജ്യമേതാണ്? ഇന്ത്യയാണ്. ഇന്ത്യയാണ് 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് നേടിയ രാജ്യം. രത്തൻ ടാറ്റയെക്കുറിച്ച് രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രം എഴുതിയതാരാണ്? ഡോക്ടർ തോമസ് മാത്യു ആണ് രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രം എഴുതിയത്. ഈ അടുത്താണ് രത്തൻ ടാറ്റ മരിച്ചത്. അപ്പോൾ നമ്മളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യണം. ഡോക്ടർ തോമസ് മാത്യു ആണ് രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രം എഴുതിയത്. ഇന്ത്യയിലെ ആദ്യ ഹൈപ്പർ ലൂപ്പ് ട്രസ്റ്റ് ട്രാക്ക് വികസിപ്പിച്ചതാരാണ്? IIT മദ്രാസ് ആണ്. IIT മദ്രാസ് ആണ് ഇന്ത്യയിലെ ആദ്യ ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് വികസിപ്പിച്ചത്. ആരാണ്? IIT മദ്രാസ്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനായുള്ള സ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ്? രാഷ്ട്രീയ സ്മൃതി സ്ഥലിലാണ്. രാഷ്ട്രീയ സ്മൃതി സ്ഥലിലാണ് മുൻ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിനുള്ള സ്മാരകം നിലവിൽ വരുന്നത്. എവിടെയാണ്? രാഷ്ട്രീയ സ്മൃതി സ്ഥൽ. 2025 റിപ്പബ്ലിക് പ്ലീനറി സമ്മേളനം നടന്നത് എവിടെയാണ്? ഭാരത് മണ്ഡപം. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് റിപ്പബ്ലിക് പ്ലീനറി സമ്മേളനം നടന്നത് 2025. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വനിതാരത്ന പുരസ്കാരം. 2025 വനിതാരത്ന പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണെന്നാണ്? ടി ദേവിക്ക് ലഭിച്ചത് വയനാട്ടിലെ ആദിവാസി വിഭാഗത്തിലെ അവിവാഹിതരായ അമ്മമാരുടെ പ്രശ്നം പുറം ലോകത്ത് അറിയിച്ചതുൾപ്പെടെ സാമൂഹ്യ ഇടപെടലുകൾ നടത്തി വനിതാ കമ്മീഷനിലെ മുൻ അംഗമാണ് ടി ദേവി. അപ്പോൾ വയനാട്ടിലെ ആദിവാസി വിഭാഗത്തിലെ അവിവാഹിതരായ അമ്മമാരുടെ പ്രശ്നം പുറം ലോകത്ത് അറിയിച്ചതുൾപ്പെടെയുള്ള സാമൂഹ്യ ഇടപെടലുകൾ നടത്തിയതിനാണ് ടി ദേവിക്ക് വനിതാരത്ന പുരസ്കാരം ലഭിച്ചത്. അടുത്തത് കെ വാസന്തി. കായിക താരമായ കെ വാസന്തിക്കാണ് വനിതാരത്ന പുരസ്കാരം ലഭിച്ച മറ്റൊരു വ്യക്തി. ഷെറിൻ ഷഹാന 2017 അപകടത്തിൽ നട്ടെല്ലിന് ഗുരുതര പരിക്കേറ്റ് പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിച്ച് സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിയായ വ്യക്തിയാണ് ഷെറിൻ ഷഹാന. ഷെറിൻ ഷഹാനയ്ക്കും 2025 വനിതാരത്ന പുരസ്കാരം ലഭിച്ചു. AN വിനയ പോലീസ് സേനയിൽ ലിംഗനീതി നടപ്പിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായ ഇടപെടലിനാണ് AN വിനയ്ക്ക് വനിതാരത്ന പുരസ്കാരം കിട്ടിയത്. AN വിനയ്ക്ക് പോലീസ് സേനയിൽ ലിംഗനീതി നടപ്പിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായ ഇടപെടലിനാണ് AN വിനയ്ക്ക് വനിതാരത്ന പുരസ്കാരം ലഭിച്ചത്. അടുത്തത് ഡോക്ടർ നന്ദിനി കെ കുമാർ. ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലാണ്. ഡോക്ടർ നന്ദിനി കെ കുമാർ ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലാണ്. PK മേദിനി കമ്മ്യൂണിസ്റ്റ് വിപ്ലവ ഗാനങ്ങളിലൂടെ ശ്രദ്ധേയയായ സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹിക പ്രവർത്തകയുമായ വ്യക്തിയാണ് PK മേദിനി. കമ്മ്യൂണിസ്റ്റ് വിപ്ലവ ഗാനങ്ങളിലൂടെ ശ്രദ്ധേയയായ സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹിക പ്രവർത്തകയുമായ വ്യക്തിയാണ് PK മേദിനി. 2025 വനിതാരത്ന പുരസ്കാരങ്ങൾ ലഭിച്ചതാരാണ്? PK മേദിനി, ഡോക്ടർ നന്ദിനി കെ കുമാർ, AN വിനയ, ഷെറിൻ ഷഹാന, കെ വാസന്തി, ടി
ടി ദേവി, കെ വാസന്തി, ഷെറിൻ ഷഹാന, എ എൻ വിനയ, ഡോക്ടർ നന്ദിനി കെ കുമാർ, പി കെ മേദിനി. അപ്പോൾ ഇവർക്കൊക്കെയാണ് 2025 വനിതാ രത്ന പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ച് നമുക്കൊന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഇന്ത്യക്കാണ് 2025 ICC ചാമ്പ്യൻ ട്രോഫി ജേതാക്കൾ. അതുപോലെ തന്നെ മാർക്ക് കാർണിയാണ് കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി. 1925 മാർച്ച് 12 ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത്. ഇന്നത്തേക്കത് 100 വർഷമായി തികഞ്ഞു. ഓപ്പറേഷൻ ഓയിൽ എന്തിനെക്കുറിച്ചുള്ള പരിശോധനയാണ്? വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പരിശോധനയാണ്. UP വാരിയേഴ്സ് ആണ് ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ നേടിയത്. അതുപോലെ തന്നെ പ്രണവ് വെങ്കടേഷ് എന്തായിരുന്നു? 2025 ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയതാരായിരുന്നു? പ്രണവ് വെങ്കടേഷാണ്. ജോർജിയ വോളും സോഫി ഡിവൈനുമാണ് ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത്. വി രാമസ്വാമി എന്താണ്? 2025 മാർച്ചിൽ അന്തരിച്ച മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ്. വനിതാ ദിനത്തിൽ മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ച ഗവൺമെൻറ്റാണ് ഡൽഹി ഗവൺമെൻറ്. ഡൽഹിയിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? രേഖ ഗുപ്തയാണ് ഡൽഹിയിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. ഇന്ത്യയിലെ 58ാമത് ടൈഗർ റിസർവ് ഏതാണ്? മാധവ് നാഷണൽ പാർക്കാണ് ഡൽഹിയിലെ 58ാമത് ടൈഗർ റിസർവ്. യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡുകൾ ആർക്കൊക്കെയാണ് ലഭിച്ചത്? നിഖില വിമൽ, സജന സജീവൻ, വിനിൽ പോൾ, എം ശ്രീവിദ്യയ്ക്ക് കാർഷിക രംഗം, സാഹിത്യത്തിൽ നിന്നാണ് വിനിൽ പോളിന്, കായിക രംഗത്ത് നിന്നാണ് സജന സജീവൻ, കലാ സാംസ്കാരിക മേഖലകളിൽ നിന്നും നിഖില വിമലിനും. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് സ്ഥാപനമാണ് GTA റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സ്ഥാപനം. അവനവഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂളാണ് 2025 ഹരിത വിദ്യാലയം പദവി നേടിയ സ്കൂൾ. കർണാടകയിൽ എന്തായിരുന്നു? പൊള്ളലേറ്റ ഇരകൾക്കായി പ്രത്യേക സമഗ്ര നയം രൂപീകരിക്കുന്ന രാജ്യത്തെ ആദ്യ സ്ഥാപനമാണ് കർണാടക. അടുത്തിടെ 1000-ലധികം ആൾക്കാരുടെ മരണത്തിന് കാരണമായ സംഘർഷം നടന്ന രാജ്യമേതാണ്? സിറിയയാണ്. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് നേടിയ രാജ്യമേതാണ്? ഇന്ത്യയാണ്. ഡോക്ടർ തോമസ് മാത്യു എഴുതിയ ജീവചരിത്രമാണ് രത്തൻ ടാറ്റ എ ലൈഫ്. ആരെക്കുറിച്ച്? രത്തൻ ടാറ്റയെക്കുറിച്ച് എഴുതിയ ജീവചരിത്രമാണ് രത്തൻ ടാറ്റ എ ലൈഫ്. ഇന്ത്യയിലെ ആദ്യ ഹൈപ്പർ ലൂപ്പ് ട്രാക്ക് വികസിപ്പിച്ചത് ആരാണ്? IIT മദ്രാസാണ്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനായുള്ള സ്മാരകം നിലവിൽ വരുന്നത് രാഷ്ട്രീയ സ്മൃതി സ്ഥലിലാണ്. 2025 റിപ്പബ്ലിക് പ്ലീനറി സമ്മേളനം നടക്കുന്നത് ഭാരത് മണ്ഡപം, ന്യൂഡൽഹി. വനിതാ രത്ന പുരസ്കാരങ്ങൾ ലഭിച്ചത് ടി ദേവി, കെ വാസന്തി, ഷെറിൻ ഷഹാന, AN വിനയ, ഡോക്ടർ നന്ദിനി കെ കുമാർ, പി കെ മേദിനി. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് ഇത്രയും കറണ്ട് അഫേഴ്സാണ്. എല്ലാവരും ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.